വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അർജുനെ വെറുതെ വിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നതിന് പിന്നാലെ പ്രതിഷേധവും വ്യാപകമാണ്. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് കോടതിയിൽ തെളിയിച്ചെങ്കിലും പ്രതി അർജുൻ തന്നെയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും കഴിഞ്ഞില്ലെന്ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ പ്രതി അർജുൻ അല്ലെന്നും പുനരന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ പെൺകുഞ്ഞിന്റെ ജഡം കണ്ടെത്തിയത്. പെൺകുട്ടിക്ക് 3 വയസ്സുള്ളപ്പോൾ മുതൽ മിഠായിയും ഭക്ഷണ സാധനങ്ങളും നൽകി പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും ലഭിച്ചു. കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷത്തിനു ശേഷം വിധി വരുമ്പോൾ പോലീസിന്റെ വീഴ്ചകൾ പ്രകടമാണ്. കൊലപാതകം നടന്ന് 1 ദിവസം കഴിഞ്ഞാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിയത്. തെളിവ് ശേഖരിച്ചതിൽ വീഴ്ചയുണ്ടായി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയകരമാണെന്ന് കോടതിയും പറഞ്ഞു. വിരലടയാള വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിലും വീഴ്ച പറ്റി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം സംഭവ ദിവസം തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരുന്നെന്നാണ് പോലീസിന്റെ ന്യായീകരണം. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്നും അലക്ഷ്യമായാണ് തെളിവുകൾ കൈകാര്യം ചെയ്തതെന്നും കോടതി വിലയിരുത്തുന്നു. വണ്ടിപ്പെരിയാർ CI ആയിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. കോടതി വെറുതെ വിട്ടയുടൻ അർജുനുമായി റിപ്പോർട്ടർ ചാനൽ അഭിമുഖം നടത്തിയിരുന്നു. അരുൺകുമാറുമായി അഭിമുഖത്തിൽ അർജുന്റെ പല മറുപടികളും സംശയാസ്പദമാണ്. പ്രത്യേകിച്ചും സംഭവ ദിവസം പെൺകുട്ടിയെ കണ്ടിട്ടും കണ്ടില്ലെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നതായി അർജുൻ സമ്മതിക്കുന്നുണ്ട്. പെൺകുട്ടിയെ കണ്ട കാര്യം ഓർമ്മയില്ലായിരുന്നെന്നാണ് അർജുൻ അരുൺകുമാറിനോട് പറഞ്ഞത്. എന്നാൽ സംഭവ ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങിയ സമയം കൃത്യമായി ഓർത്തുവെച്ച അർജുൻ പെൺകുട്ടിയെ കണ്ട കാര്യം എന്തിന് ആദ്യം മറച്ചുവെച്ചുവെന്നത് ദുരൂഹമാണ്. പെൺകുട്ടിയെ അർജുൻ കണ്ടെന്ന് പ്രതിയുടെ ബന്ധു പോലീസിനോട് പറഞ്ഞ ശേഷമാണ് ഇക്കാര്യം സമ്മതിക്കുന്നതും. പോലീസിന്റെ തെളിവ് ശേഖരണത്തിൽ പാളിച്ച പറ്റിയെന്ന് അർജുൻ അരുൺകുമാറിന്റെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി വ്യക്തമാക്കുന്നു. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും തമ്മിൽ ബന്ധിപ്പിക്കാൻ പോലീസിന് സാധിച്ചില്ല. മാത്രമല്ല, പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പല തെളിവുകളും പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമുണ്ടാക്കുന്നതായിരുന്നു. പെൺകുട്ടിയുടെ വിരലിൽ നിന്നും ലഭിച്ച തുണിയുടെ നിറവും പോലീസ് ഹാജരാക്കിയ പ്രതിയുടെ വസ്ത്രവും തമ്മിൽ സാമ്യതയുണ്ടായിരുന്നില്ല. തെളിവെടുപ്പിനിടെ പ്രതി തന്നെയാണ് സംഭവ ദിവസം ധരിച്ചതെന്ന് പറഞ്ഞ വസ്ത്രം പോലീസിന് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഈ വസ്ത്രത്തിലെ നിറം ശാസ്ത്രീയ പരിശോധനയിൽ ലഭിച്ച നിറവുമായി യോജിക്കാത്തത് പ്രതിക്ക് പിടിവള്ളിയായി. അർജുൻ മൊബൈൽ ഫോണിൽ ചില പ്രത്യേക പോൺ വീഡിയോകൾ കണ്ടതായി പോലീസ് പറയുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ താനല്ല കണ്ടതെന്നും സുഹൃത്തുക്കളായിരിക്കാമെന്നുമാണ് അരുൺകുമാറിനോട് അർജുൻ പറഞ്ഞൊഴിയുന്നത്. വീഡിയോകൾ പോലീസ് കണ്ടെടുത്തെങ്കിലും ഇത് കണ്ടതായി അർജുൻ സമ്മതിക്കുന്നില്ല. സ്വന്തം ഫോണിലെ വീഡിയോകൾ കണ്ടത് മറ്റൊരാളാണെന്ന് അർജുൻ പറഞ്ഞത് സംശയാസ്പദമാണ്. അരുൺകുമാറിന്റെ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം നൽകാൻ അർജുന് സാധിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. ആലോചിച്ച് ഉറപ്പിച്ച ശേഷമാണ് അർജുൻ മറുപടി നൽകിയതും. സംശയങ്ങൾ ചോദിച്ചറിയുക മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് അരുൺകുമാർ അഭിമുഖത്തിനു ശേഷം പറയുകയുണ്ടായി. പ്രതിക്കെതിരെ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്തതാണ് വെറുതെ വിടാൻ കാരണമായത്. കേസിൽ അപ്പീൽ പോയാലും വിധി മറിച്ചാകില്ലെന്ന് ചില നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തുതന്നെയായാലും കേരള പോലീസിന് നാണക്കേടുണ്ടാക്കുന്നതാണ് വണ്ടിപ്പെരിയാർ കേസിലെ വിധിയെന്നതിൽ സംശയമില്ല. കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കുന്നതിൽ പോലീസ് പരാജയപ്പെടാനുണ്ടായ കാരണം അലക്ഷ്യമായ അന്വേഷണമാണ്. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243.